തെന്നിന്ത്യൻ പ്രിയനടി തൃഷ തന്റെ മുത്തശ്ശി ശാരദാ ഗണപതിയുടെ 98ാം പിറന്നാൾ ആഘോഷിച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. അമ്മ ഉമാകൃഷ്ണനും സുഹൃത്തുക്കൾക്കുമൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കുന്ന ചിത്രങ്ങളാണ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ താരം പങ്കുവച്ചത്. മുത്തശ്ശിക്കൊപ്പമുള്ള ആദ്യ ചിത്രത്തിന് 98 എന്നാണ് തൃഷ അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ചിത്രത്തിന് മനോഹരമായി പുഞ്ചിരിക്കൂ, കൂടുതൽ ഭംഗിയായി പൊട്ടിച്ചിരിക്കൂ എന്ന് കുറിച്ചുകൊണ്ട് താരം തന്റെ ആഹ്ലാദം പങ്കുവച്ചു. കഴിഞ്ഞ മാസം ജൂലൈയിലായിരുന്നു തൃഷയുടെ അമ്മ ഉമാകൃഷ്ണന്റെ 70ാം പിറന്നാൾ. തൃഷയുടെ അമ്മയും അച്ഛനും പാലക്കാട് സ്വദേശികളാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ താരത്തിന്റെ പേര് ഉയർന്നു വന്നിരുന്നുവെങ്കിലും അത്തരം വിവാദങ്ങളെയൊന്നും കാര്യമാക്കാതെ പ്രിയപ്പെട്ടവർക്കൊപ്പം സന്തോഷമായി സമയം ചിലവഴിക്കുകയാണ് തൃഷ. ഉദയനിധിയുടെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം തൃഷ ഇൻസ്റ്റഗ്രാമിൽ തന്റെ പുതിയ ചിത്രങ്ങളൊന്നും തന്നെ പങ്കുവച്ചിരുന്നില്ല. ജൂലൈ 29-നാണ് നടി അവസാനമായി ഒരു ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. തൃഷയെ അപമാനിച്ചു എന്നൊരു കേസിനാണ് ഉദയനിധി അറസ്റ്റിലായത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് നടി തൃഷയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി. തമിഴ്നാട് പ്രതിപക്ഷ നേതാവും നിർമ്മാതാവുമായ ഉദയനിധി സ്റ്റാലിന്റെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ തൃഷ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. വിവാദം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് താരം ഇൻസ്റ്റഗ്രാമിലൂടെ ഈ കുറിപ്പുകൾ പങ്കുവച്ചത്. ഉദയനിധിയുടെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ തുടക്കം മുതൽ തൃഷ പൂർണ്ണ നിശബ്ദത പാലിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ പുതിയ പോസ്റ്റുകൾക്ക് വലിയ രീതിയിലുള്ള ശ്രദ്ധയും ലഭിച്ചിട്ടുണ്ട്. ആരുടെയും പേരെടുത്ത് പറയുകയോ വിവാദത്തെക്കുറിച്ച് നേരിട്ട് പരാമർശിക്കുകയോ ചെയ്തുകൊണ്ടല്ല തൃഷ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഈ പ്രായത്തിൽ നാടകം കളിക്കുന്നത് നാണക്കേടാണ്, പോയി കുറച്ച് പണം ഉണ്ടാക്കി സമാധാനം കണ്ടെത്തൂ എന്നായിരുന്നു തൃഷ പങ്കുവച്ച ഒരു പോസ്റ്റിലെ വരികൾ. മറ്റൊരു പോസ്റ്റിൽ ഒരിക്കൽ നമ്മൾ ആഗ്രഹിച്ച ജീവിതം ലഭിക്കുന്നതിനെ കുറിച്ചും താരം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റുകൾ ഉദയനിധിക്കുള്ള മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃഷയുടെ മുത്തശ്ശിയുടെ ജന്മദിനമായിരുന്നു. അതിന്റെ ചിത്രങ്ങളും അന്ന് തൃഷ പങ്കുവച്ചിരുന്നു. ഉദയനിധി സ്റ്റാലിന്റെ വിവാദമായ പരാമർശം ഒരു വലിയ ഇഷ്യൂ തന്നെ, അതായത് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റിലേക്ക് വരെ എത്തിച്ചു. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടിക്കിടെയാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. കാവേരി സമരത്തിനിടെ തൃഷയെക്കുറിച്ച് ഉദയനിധി നടത്തിയ ഇരട്ട അർത്ഥമുള്ള പരാമർശങ്ങൾക്കെതിരെ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ വനിതാ വിഭാഗം തഞ്ചാവൂർ പോലീസിൽ നൽകിയ പരാതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തഞ്ചാവൂരിലെ സിങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ തടഞ്ഞുവെച്ച് 1 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് വിട്ടയച്ചത്. കാവേരി സമരത്തിനിടയിൽ ഉദയനിധി സ്റ്റാലിൻ സംസാരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ ചിലർ തൃഷ തൃഷ എന്ന് വിളിച്ചപ്പോഴാണ് ഈ വിവാദത്തിന് കാരണമായ പരാമർശം ഉണ്ടായത്. ഇതിനോട് പ്രതികരിച്ച അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും താൻ കാവേരി വെള്ളത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് പറയുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ TVKയുടെ വനിതാ വിഭാഗം ഉദയനിധിക്കെതിരെ പോലീസിൽ പരാതി നൽകി. തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് സംഘം ചൊവ്വാഴ്ച രാവിലെയാണ് ചെന്നൈ നീലാങ്കരയിലെ വസതിയിലെത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. സെങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അദ്ദേഹത്തെ രാത്രി 8:30-യോടെ വിട്ടയച്ചു. എന്നാൽ ഈ പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും വ്യക്തിപരമായല്ല സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്നുമാണ് DMK വ്യക്തമാക്കുന്നത്. ഈ നടപടി തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്.